ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീ ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. മുഖ്യ ഇടനിലക്കാരനായ കൽപേഷിനും ഹാജരാകാൻ ഇഡി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ബിപിൻ സി വിജയൻ ഇഡിക്ക് മുന്നിൽ നിന്നും നമുക്കൊപ്പം ചേരുകയാണ്. പറയൂ ബിപിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വർണ്ണക്കൊള്ളയിൽ അവരുടെ നടപടികൾ കടുപ്പിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി സ്വർണ്ണക്കൊള്ളയിലെ പ്രതിപട്ടികയിലുള്ളവരെ ഇ ഡി ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തത് തുടരുന്നു. ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ മുൻ സെക്രട്ടറി ആയിട്ടുള്ള എസ് ജയശ്രീ ഇ ഡിക്ക് മുൻപിൽ ഹാജരായിരിക്കുന്നു. ഇനി ഇപ്പോൾ ചോദ്യം ചെയ്യലിന്റെ മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അവിടെ നിന്നും ദ്വാരപാലക ശില്പങ്ങൾ, പാളികൾ ഉൾപ്പെടെയുള്ളവ പുറത്തേക്ക് കൊണ്ടുപോയ സമയത്ത് ആ മിനിറ്റ്സിൽ തിരുത്തൽ വരുത്തി എന്നുള്ളതായിരുന്നു എസ് ജയശ്രീ മേൽ SIT കണ്ടെത്തിയ കുറ്റമുണ്ടായിരുന്നത്. എന്നാൽ മറ്റ് അറസ്റ്റ് നടപടികളിലേക്ക് പോയിരുന്നില്ല. ഇവർക്ക് ഗുരുതരമായ ഒരു അസുഖം ഉള്ളത് കൊണ്ട് തന്നെ അറസ്റ്റ് നടപടികളിലേക്ക് പോകരുത് എന്നുള്ളത് സുപ്രീം കോടതിയിൽ ഇവർ പറയുകയായിരുന്നു. ഇതേ തുടർന്ന് സുപ്രീം കോടതി അറസ്റ്റ് തടയുകയും ചെയ്തു. ഒപ്പം തന്നെ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാക്കി മൊഴി നൽകണം എന്നുള്ള വ്യവസ്ഥയും വെച്ചിരുന്നു. ഇങ്ങനെ SITക്ക് മുൻപിൽ എസ് ജയശ്രീ ഹാജരാവുകയും തനിക്ക് പറയാനുള്ളത് പറയുകയും ചെയ്തിരുന്നു. ഇതിന് തൊട്ടുപുറകെയാണ് ഇപ്പോൾ EDയുടെ നോട്ടീസ്, സമൻസ് ഇവർക്ക് അയച്ചത്. ഇതേ തുടർന്നാണ് ഇന്നിപ്പോൾ ED ആസ്ഥാനത്ത് എസ് ജയശ്രീ ഹാജരായിരിക്കുന്നത്. പ്രധാനമായും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ മറവിൽ ഒരു കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് EDയുടെ അന്വേഷണം. അതേ തുടർന്നാണ് ഈ ചോദ്യം ചെയ്യൽ. ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഇത് 4ാമത്തെ ആളാണ് ഇപ്പോൾ ED വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്. മുരാരി ബാബുവും S ശ്രീകുമാർ ഉൾപ്പെടെയുള്ളവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. ഇങ്ങനെ SITയുടെ കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്ന ആളുകൾക്ക് ഉടൻ തന്നെ സമൻസ് അയക്കുക, തുടർന്ന് EDയുടെ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരിക, അവരെ ചോദ്യം ചെയ്യുക, ഈ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ ED പോകുന്നത്. ഒപ്പം തന്നെ ഇതിന്റെ പ്രധാന ഇടനിലക്കാരനായി പ്രവർത്തിച്ചിട്ടുള്ള കൽപേഷിനെയും വിളിച്ചു വരുത്തി ഇന്ന് ഹാജരാകണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായും ഇന്ന് കൽപേഷ് കൂടി ഹാജരാകാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഈ സ്മാർട്ട് ക്രിയേഷനിൽ നിന്ന് ഗോവർദ്ധനിലേക്ക് സ്വർണം കൊടുത്തത് അത് ഈ കൽപേഷ് മുഖാന്തരമാണ് എന്നുള്ളതായിരുന്നു SITയുടെ കണ്ടെത്തൽ. ഇതിൽ ജാമ്യം ലഭിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് സമൻസ് അയക്കുകയും ഇപ്പോൾ ED വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത്. ഇതിലെ പ്രധാന പ്രതികളിൽ ഒരാളായിട്ടുള്ള മുരാരി ബാബുവിനെ 9 മണിക്കൂറാണ് ED ചോദ്യം ചെയ്തിരിക്കുന്നത്. മറ്റ് അറസ്റ്റ് നടപടികളിലേക്ക് കടന്നിട്ടില്ല. കൂടുതൽ ഒരു കണ്ണി ചേർക്കൽ ആണ് ഇപ്പോൾ സ്വാഭാവികമായും ചെയ്യുന്നത്. ഇവരുടെ എല്ലാം തന്നെ വീടുകളും സ്ഥാപനങ്ങളും ഉൾപ്പെടെയുള്ളവ ED റെയ്ഡ് നടത്തിയിരുന്നു. അവരുടെ സ്വത്തുക്കൾ ഉൾപ്പെടെയുള്ളവ മരവിപ്പിക്കുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. ആർക്കൊക്കെ എന്തൊക്കെ റോൾ എന്നുള്ളതിലേക്ക് കൂടുതൽ കൃത്യത, കൂടുതൽ വ്യക്തത വരുത്തുക എന്നുള്ളതാണ് ED ഇതുമായി ബന്ധപ്പെട്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്നവർക്ക് എങ്ങനെയൊക്കെ സാമ്പത്തിക ലാഭം ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്, അതിൽ മാത്രം നിൽക്കുന്നതാണോ അതോ ശബരിമലയിലെ മറ്റ് ആചാര അനുഷ്ഠാനങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തി അത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഉപയോഗിച്ചോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടി EDയുടെ അന്വേഷണ പരിധിയിലാണ്. ഈ ഒരു അന്വേഷണത്തിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഇപ്പോൾ എസ് ജയശ്രീയെ കൂടി വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അവർ ഇന്നിപ്പോൾ ചോദ്യം ചെയ്യലിന്റെ മണിക്കൂറുകളിലേക്ക് കടക്കുന്നു. ഒരു പക്ഷേ ഇന്ന് വൈകുന്നേരം വരെയൊക്കെ ചോദ്യം ചെയ്യൽ നീളാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം SITക്ക് മുൻപിൽ ഇവർ മൊഴി നൽകിയതാണ്. ഏത് രീതിയിലായിരുന്നു ആ മിനിറ്റ്സിൽ ഒരു തിരുത്തൽ വരുത്തിയത്, ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞതനുസരിച്ച് മാത്രം പ്രവർത്തിച്ചു എന്നുള്ളതായിരുന്നു ഇവരുടെ മുൻകൂർ ജാമ്യ ഹർജിയിലൊക്കെ പ്രധാനമായും പറഞ്ഞിരുന്നത്. ഒരു തെറ്റും അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല, ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്നിട്ടില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ജാമ്യ ഹർജിയിൽ പറഞ്ഞിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് എങ്ങനെ ഈ ഒരു സ്വർണ്ണപ്പാളി പുറത്തേക്ക് പോകുമ്പോൾ അതിൽ ചെമ്പുപാളി എന്നെഴുതി എങ്ങനെ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തയക്കാം എന്നുള്ളതിലേക്ക് ഒരു വലിയ തിരുത്തൽ അതിൽ വരുത്തി, അത് ആരുടെ നിർദ്ദേശപ്രകാരം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയായിരിക്കും EDയുടെ ഇന്നത്തെ ഈ ഒരു ചോദ്യം ചെയ്യലിൽ പ്രധാനമായും വരുന്നത്. അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ സ്വാഭാവികമായും ജാമ്യം ലഭിച്ച് പുറത്താണ്. ഇതിനുശേഷമായിരിക്കും പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സമൻസ് അയക്കുന്നതും വിളിച്ചു വരുത്തുന്നതും. ഇത് പ്രതിപട്ടികയിൽ മാത്രം അല്ലെങ്കിൽ പ്രതികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, സാക്ഷികളെ കൂടി വിളിച്ചു വരുത്തി ED ചോദ്യം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടൻ ജയറാമിന് ഈ EDയുടെ നോട്ടീസ്, സമൻസ് അയച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഇനി വരുന്ന ദിവസത്തിൽ തന്നെ ജയറാം ഹാജരാവുകയും എന്താണ് സംഭവിച്ചത്, വീട്ടിലേക്ക് എങ്ങനെ ഈ സ്വർണ്ണപ്പാളികളൊക്കെ എത്തി എന്നതിനെ സംബന്ധിച്ചും മറുപടി നൽകും എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നു. പ്രധാനമായും ഈ കള്ളപ്പണ ഇടപാട് എത്രത്തോളം നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൽ ഈ ഒരു പണത്തിന്റെ തിരിമറി നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ED അന്വേഷിച്ചു വരികയും ചെയ്യുന്നത്. എസ് ജയശ്രീ ഹാജരായിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.